10,000-ന് മുകളിലുള്ള വോട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ആ വോട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്തായാലും നിലമ്പൂരിലെ ജനങ്ങളോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് UDF ആണ്. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ അവിടെ നേരിട്ടത്. അത് എല്ലാ ഘടകകക്ഷികളും നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം കൈവരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയാണ് മുമ്പോട്ട് പോയത്. ആ തയ്യാറെടുപ്പിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതനുസരിച്ച് കാര്യങ്ങളിലേക്ക് ഉയർന്നു വരാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യങ്ങളല്ല. അത് UDF-മായി ചർച്ച ചെയ്തുകൊണ്ട് UDF-ലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കേണ്ട കാര്യം. അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻവർ 2 പ്രാവശ്യം വിജയിച്ചു എന്ന് പറയുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് അദ്ദേഹം വിജയം കൈവരിച്ചത്. അതല്ലാതെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചല്ല വിജയം കൈവരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളത് വിലയിരുത്തൽ നടത്തിയാൽ മതി. LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം 2 തവണ അവിടെ മത്സരിച്ച് വിജയം കൈവരിച്ചപ്പോഴും ആ വിജയം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിലയിരുത്തൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരാൾക്കും അങ്ങനെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ UDF അവിടെ വിജയം കൈവരിച്ചത്. പുതിയ നേതൃത്വം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ബഹിരംഗമായിരുന്നു അവിടെ വിജയം. അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതനുസരിച്ച് കടന്നു വരികയാണ്. അതിന്റെ ഫൈനൽ ഒരു തീരുമാനത്തിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കും വിലയിരുത്താൻ പറ്റുകയുള്ളൂ, ഞങ്ങൾക്കും വിലയിരുത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതനുസരിച്ച് ഓരോ മേഖലകളിലും കടന്നു വരാൻ കഴിഞ്ഞു. ഇന്നലെ PV പറഞ്ഞിരുന്നത് 3-ാം സ്ഥാനത്ത്